is coming. Oh, പൊളി ലുക്ക് പക്ഷേ അല്ലേ? I didn't expect. വെൽക്കം ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് പെപ്പെ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. ഐ ഫീൽ ദിസ് ഇതാണെന്ന് പ്രൊനൗൺസിയേഷൻ ആക്ച്വലി അല്ലേ? അത് അങ്ങനെയാണ്. ഏകദേശം ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരുമല്ല, വിനയ് രാജ്കുമാർ ആണ് അതിൽ മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു മലയാളി പേര് തോന്നിക്കുന്ന രീതിയിലാണ് ഡയറക്ടറുടെ പേര്, ശ്രീലേഷ് എസ് നായർ. അറിയില്ല. ആൻഡ് അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ എല്ലാം പുതിയ, ഏകദേശം കുറച്ച് പുതിയ ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു മൂവി പോലെ ഉണ്ട്. ആ ഒരു ഇൻഫർമേഷൻ അധികം അറിയില്ല. ആൻഡ് ഓൾസോ നമുക്കിത് സജഷൻ വന്നുകൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതും. അപ്പൊ എന്താ സംഭവം നമുക്ക് ഓവറായിട്ട് അറിയില്ല. നമുക്ക് എന്തായാലും ലാസ്റ്റ് നമ്മള് മുന്നേ വിനയ് രാജ്കുമാറിന്റെ ലാസ്റ്റ് മൂവി വാസ് റൊമാൻറ്റിക്, ഒരു റൊമാൻറ്റിക് വൈബ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. എന്താ റെഡി? എല്ലാം കൂടി 18+ഓ എ ആണ്. വിനയ് രാജ്കുമാർ നേരെ ഫീൽ കിട്ടുന്ന ಡಾರ್ಕಿಲೋಕ ಡೈರೆಕ್ಟ್ ಪೂಜೆ ಮಾಡೋರು ದೇವರ ಸಮಾನ ಅಂತೆ. ಅಂಥ ದೇವ್ರ ಮರ್ಯಾದೆನ ಮೂರಾಚೆ ಮಾರ್ಬಿಟ್ಟ. ಮೈ ಗಾಡ್, ನನ್ನನ್ನ ಅನುಸರ ಧರ್ಮನ ನಾನು ಮುಟ್ಟಿಲ್ಲ. ಕಂಪ್ಲೀಟ್ ಅಂತ ಇತ್ತು. ನೀವೊಬ್ಬೆ ಇವನನ್ನು ಕಿತ್ಕೊಂಡ್ಬಿಟ್ರಲ್ಲ. ಟ್ರೈಲರ್ ಇಟ್ ಸೆಲ್ಫ್ ನೆಮ್ಮದಿಯಾಗಿದ್ವಿ ತಾನೆ? ಮತ್ತೆ ಯಾಕೆ ಅವ್ರನ್ನ ಕೆಡಕ್ತಿದ್ಯಾ? ದಟ್ಟು ಟ್ರೈಲರ್ ಕಟ್ಟುಳ್ಳೋണ്ടാണ് ಅದೇನ್ ಕಾಣಿಕತ್ತ നമുക്ക്. ನಮ್ಮಲ್ಲಿ ಹಿಂಗ್ ನೋಡ್ತಿರೋದು ತಾಕತ್ತಿದ್ದಂತ ತಲೆ ಕಾಪಾಡ್ಕೊತಾನೆ ಬಿಡು. He is coming. Oh, പൊളി ലുക്ക് പക്ഷേ അല്ലേ? I didn't expect. ಇದು 7 ತಿಂಗಳಲ್ಲಿ ಎಲೆಕ್ಷನ್ ಬರ್ತಿದೆ. ಇನ್ನೊಂದು ತಿಂಗಳು ಒಳಗಡೆ ನಾನು ತೊರೆ ಬಿಡಿಸ್ಕೊಳ್ತೀನಿ. ಪೆಪ್ಪೆ ಆ ತೊರೆ ಹಿಂದೆ ಬಿದ್ದವ್ರು ಕೈ ಕಟ್ಟೋರು ಅಂತಾನ ಫುಲ್ ಎಲ್ಲನೂ ತುಂಬಾ ಆರಾಮಾಗಿ ತಗೋಬೇಡ. ಅವ್ರ ಕಡೆಯವರು ನಿಮ್ ಕಡೆಯವರು ಮಣ್ಣಾಗಿ ഭയങ്കര നാച്ചുറാലിറ്റി ആണ് കേട്ടോ മൂവി. ರಾಯಪ್ಪ his look is very ಗುಡ ലവ് ಬ್ರಿಟ್ಟೆ full blood shades. ಹೀಗೆಲ್ಲ ಆಗ್ತಾ ಇದೆ. ಶಾಪ ಮಗಳೇ, ಶಾಪ. ಮತ್ತೆ ട്രെയിലർ itself is a actually. ಮತ್ತೆ ಹರಿಯುತ್ತೆ ರಕ್ತ ನೀರಲ್ಲಿ. പക്ഷെ ഭയങ്കര സംഭവം, മറ്റേ ഒരു അസുരന്റെ മേലെ നിൽക്കുന്ന ഒരു സാധനം പോലെ ഉണ്ട് അല്ലേ സീനുകള്. എഡിറ്ററിന് കാണിച്ചു തന്നെ അങ്ങനെ മറ്റേ മുറിച്ചാണ്. ഓ, ಅವ್ರಿಗೆ ಹೇಳ್ಬಿಡು ಜನಕ್ಕೆ ತೊಂದರೆ ಕೊಡಕ್ ಬಂದ್ರೆ ಪೆಪ್ಪೆನ್ ದಾಟ್ಕೊಂಡು ಹೋಗ್ಬೇಕು ಅಂತ. what was that actually? അല്ലേ പെപ്പെ എന്നൊക്കെ പറഞ്ഞപ്പോ നേരിച്ച് പെപ്പയാ. ബട്ട് ആക്ച്വലി ഐ എക്സ്പെക്ടഡ് ലൈക്ക് ഓക്കെ എന്താ പറയാ, നമ്മുടെ ലാസ്റ്റ് മൂവി ഇല്ലേ ഇങ്ങനെ ലൈക്ക് ഒരു റൊമാൻറ്റിക് സംഭവമായിരുന്നു. ഐ റിയലി വാണ്ടഡ് ടു ഹാവ് എ പ്യുവർ ഷിഫ്റ്റ്. അതും ദാറ്റ് ടു ഡയറക്റ്റ് ഷിഫ്റ്റ്, നോട്ട് UA, ഇറ്റ്സ് A. അതാണ് സംഭവം. ആൻഡ് ട്രെയിലറിന്റെ അകത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റൻസിറ്റി കാണിച്ചുകൊണ്ട് തന്നെയാണ് സംഭവങ്ങൾ കൊടുത്തേക്കുന്നത്. ആൻഡ് താങ്ക്സ് ടു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നോക്കിയത്. അതുകൊണ്ട് അതർവൈസ് ലൈക്ക് യു നോ വി മേ നോട്ട് ഈവൻ ഫീൽ ടു വാച്ച് ഒരു എല്ലാവരുടെയും ചോയ്സ് ആയിരിക്കില്ല. ബിക്കോസ് അതാണ് കാരണം വെച്ചാൽ ലൈക്ക് ഒബിയസ്ലി പല ജോണേഴ്സ് ഉണ്ട്, പല ജോണേഴ്സും പലരുടെയും ഒരു ഇതായിരിക്കും. പക്ഷെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സീൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇന്റൻസ് ഉണ്ട് എല്ലാത്തിലും. ഭയങ്കര റിയൽ ആയിരുന്നല്ലോ അല്ലെ?
കാണിച്ചത് ഭയങ്കര റിയൽ ആൻഡ് റോ, റിയൽ ആൻഡ് റോ. ലുക്ക് ഇറ്റ് സെൽഫ്, അതായത് വിനയ് രാജ്കുമാറിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഒരു നമ്മള് നാട്ടിലെ കാണുന്ന ഒരു ഏകദേശം നമ്മുടെ ടോവിനൊക്കെ ഒരു നാടനായിട്ട് വരുമ്പോ ഒരു ഫീൽ ഇല്ലേ, ടോവിനോ തോമസിന്റെ ഒരു നാടൻ ഫീൽ എങ്ങനെ, അങ്ങനത്തെ ഒരു ഫീലാണ് ശരിക്കും ആൾക്കുള്ളത് കേട്ടോ. അതായത് നാടനാവുന്ന സമയത്ത് പക്ക ആ ഒരു ദേശി സ്റ്റൈല് അവിടെ വരുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ഇങ്ങനെ ബ്ലഡ് ഷെഡഡ് ആയിട്ടാണ് വരുന്ന ആള്, അല്ലാതല്ലോ. അതായത് പെപ്പേന്റെ മറ്റേത് പറഞ്ഞു വെച്ചാൽ നാട്ടിൽ എന്ത് ഉണ്ടായാലും പെപ്പ അവിടെ പ്രതികരിക്കുന്നുള്ള രീതിയിലാണ് അവിടെ ഒരു സംഭവം പറഞ്ഞത്. അപ്പൊ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡിഫറെന്റ്, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികരണം ആയിരിക്കും, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ഇറ്റ്സ് നോട്ട് എ പാൻ ഇന്ത്യൻ ഒബിയസ്ലി. അപ്പൊ എന്തായാലും സബ് ടൈറ്റിൽസും ഉണ്ടായിരുന്നില്ല, ലൈക്ക് നമുക്ക് കുറച്ച് കന്നഡ മനസ്സിലാവുന്നതുകൊണ്ടാണ് ലൈക്ക് നമ്മള് മനസ്സിലായത്. പക്ഷെ എനിക്ക് അറിയില്ല, മോസ്റ്റ് ഓഫ് ദ ലൈക്ക് കന്നഡ മൂവീസിന്റെ ഈവൻ ട്രെയിലർ ദേ വിൽ നോട്ട് ബി ആഡിങ് സബ് ടൈറ്റിൽസ്. ദാറ്റ് ഇസ് വാട്ട് they should add it, right? അത് മാത്രമല്ല മൂവീസ് ഓൾസോ വി ആർ getting that much, that like some what. movies and all don't have the subtitles. അതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ right now why we are not reacting to Kannada movies because like first of all lots and lots of movies in Kannada കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിട്ട്, ലൈക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നതോ അവരുടെയൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് വൈ ഓൺലി ലിമിറ്റഡ് മൂവീസ്, അതും നമ്മൾ ഓൾറെഡി കുറച്ച് റിയാക്ട് ചെയ്തു, കുറച്ച് അതൊക്കെ സേഫ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. പക്ഷെ മൂവീസ് ആർ ദേർ ടു റിയാക്ട്, പക്ഷെ അതിൽ സംടൈംസ് സബ് ടൈറ്റിൽസ് വോണ്ട് ബി ദേർ. Last time we already prepared one, and after that like going to react, that time only we are not able we to. We even reacted one scene, but we are not able to connect with that because that's of the subtitles. Actually we reacted because when we were doing in Cheers with Cheng's Magadira movie, along with that we tried to react one Kannada movie. പക്ഷെ അതിനകത്ത് what happened is like we reacted one scene, ഏകദേശം ഒരു 30 minutes scene we reacted, and but and that too, that scene is completely, and that too, that movie is going to completely like a dialogue movie, no? More dialogues, more dialogue oriented. It was a dialogue oriented movie. That too comedy. That too comedy. So he could crack some, but not full. Not fully. Almost 75 I can get it, but after that 25 also sometime missing, no? But that is a missing. That's a big missing. So even പക്ഷേ എനിക്കെന്ന് വെച്ചാൽ I only cracked 40%. അപ്പോ after completing that, I was not personally satisfied, like the reaction. Some areas we are not getting that much of enjoyment. That is what. So appo adondana like we are thinking like okay എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കന്നഡ മൂവി ഇപ്പൊ റിയാക്ട് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും മൂവി ലൈക്ക് ഇഫ് യു ആർ ഗെറ്റിംഗ് സബ് ടൈറ്റിൽസ് ഡെഫിനറ്റ്ലി വി വുഡ് ഡു ഇറ്റ്, ആൻഡ് ദാറ്റ് ഓൾസോ ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി റെസ്ട്രിക്ഷൻസ് ടു. അപ്പൊ അതാണ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇറ്റ് വിൽ ബി പ്രോബ്ലം ടു ചാനൽ. അപ്പൊ അതുമാണ്. അപ്പൊ വി ഹാവ് ടു ചെക്ക് ഓൾ ദ പാരാമീറ്റേഴ്സ് ടു. So we'll soon come up with some solution. So if you have any solution, please tell us. Please even come and tell us in our Insta too. Because if you have any message to convey us, we'll see another video. Idile athayulla parayan vendita. Idonnu parayalla, it's a complete theater material. That too for a good എന്താ പറയാ ആ ഒരു മൂവി കാണുന്ന ജോണർ ഇഷ്ടപ്പെടുന്ന. That's what. It's a genre favorite kind of. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.